പാടുവരെ പള്ളിക്ക് ചേരും കുർബാന 6:15 കുർബാന. അതിന് മുമ്പ് അവിടെ ചേരും പള്ളിക്ക് വരും. ഉള്ളി ചോദിച്ചിട്ടുമില്ല, പിണങ്ങി നടന്നിട്ടില്ല. സന്തുഷ്ട ദാമ്പത്യം എന്നത് പുതുതലമുറയിൽ വിരളമാകുമ്പോൾ 81ാം വിവാഹ വാർഷികം ആഘോഷിക്കുകയാണ് 103 വയസ്സുള്ള പാപ്പച്ചനും 98 വയസ്സുള്ള ഭാര്യ ക്ലാരാമ്മയും. കട്ടപ്പനയ്ക്കടുത്ത് ഇരട്ടയാർ നാങ്കുതൊട്ടിയിൽ നിന്നാണ് ഈ അപൂർവ കാഴ്ച. 4 എഴുന്നേക്കും വെളുപ്പിനെ എന്നെ വിളിച്ചേൽപ്പിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇതിനെ പ്രാർത്ഥിക്കും. കൊന്തയും ചെന്നി പ്രാർത്ഥിച്ചിട്ടേറ്റ് ഞാൻ ചായ ഉണ്ടാക്കി കൊടുക്കും. അതും കുടിച്ചിട്ട് പള്ളിയിൽ പോകും. വെട്ടം കണ്ണറിയാറാകുമ്പോഴേ ഇറങ്ങിപ്പോവും. ആദ്യം ചിലപ്പോൾ പള്ളിയിൽ കയറി അച്ഛൻ വരുന്നതിന് മുമ്പേ ചാച്ചനായിരിക്കും. ഇത്രയും രാവിലെ ഇവിടുന്ന് നടന്ന് പള്ളിയിൽ പോയി. അതിന് പട്ടിയും കടിക്കുകയല്ല, ഇച്ചിരി നേരം വെളുത്ത് പോയാൽ മതി എന്ന് പറഞ്ഞാൽ എന്നെ ഒരു പട്ടിയും കടിക്കുകയല്ല. എൻ്റെ കയ്യിൽ ഇതായിരിക്കുന്നെന്നും പറഞ്ഞുകൊണ്ട് കൊന്ത കാണിക്കും. വടിയൊക്കെ കൊടുത്തതിൻ്റെ പോകുന്നു. പാടുവരെ പള്ളിക്ക് ചേരും കുർബാന 6:15 കുർബാന. അതിന് മുമ്പ് അവിടെ ചേരും പള്ളിക്ക് വരും. കുർബാന കഴിഞ്ഞിട്ട് അവിടെ ഇറങ്ങി ചായക്കടയിൽ കയറി ഒരു ചായ കുടിക്കും. പൊൻകുന്നം തൊമ്മിത്താഴത്ത് ക്ലാരമ്മയെ 1943 ഫെബ്രുവരി 8 പാപ്പച്ചൻ ജീവിത സഖിയാക്കിയത്. നാട്ടിലാകെ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിട്ടിരുന്ന അക്കാലത്ത് വിവിധയിടങ്ങളിൽ കൃഷി ചെയ്ത് പാപ്പച്ചൻ മുന്നോട്ടു പോകവേ വീടിന് തീപിടിച്ച് സർവവും നഷ്ടമായി. പിന്നീട് ഹൈറേഞ്ചിലേക്ക് കുടിയേറുകയായിരുന്നു. ഹൈറേഞ്ചിൽ എത്തിയ ശേഷവും കൃഷിക്കും പൊതുപ്രവർത്തനത്തിനുമൊപ്പം കുടുംബജീവിതവും നന്നായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇദ്ദേഹം ശ്രദ്ധിച്ചു. വരുമ്പം ഇവിടെ വനമാണ്, കാട്ടാനകൾ ധാരാളമുണ്ട്. അപ്പോൾ വേരും വന്നില്ല. ഞാൻ എൻ്റെ 2 കൂട്ടുകാർ അയൽക്കാർ ഞങ്ങൾ 3 പേരും കൂടെ ഇവിടെ വരുന്നു. 6 കൊല്ലം കഴിഞ്ഞപ്പോൾ എല്ലാം സുരക്ഷമായി. ഒരു ആനയില്ല, കടുവയില്ല, പുലിയില്ല. ഇവിടെ എല്ലാം തെളിഞ്ഞെല്ലാം കുടികളായി, എല്ലാം വീടുകളായി കഴിഞ്ഞ പിന്നെയാണ് കുടുംബത്തിൽ മക്കളെയും കൂടെ കൊണ്ടിരുന്നത്. അങ്ങനെ എനിക്കത് വേണം ഇത് വേണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. ഒരു മുളക് ചാരിച്ചങ്ങ് കൊടുത്താലും ആരും കൂട്ടി എന്നേലും കഴിച്ചിട്ട് പോകുള്ളൂ. അതൊക്കെ നാട്ടിൽ വെച്ചായിരുന്നു. ഇവിടെ വന്നേ പിന്നെ അങ്ങനെയൊന്നും വന്നിട്ടില്ല ഒരു വിഷമവും. പണി കഴിഞ്ഞ് വെച്ചിട്ട് ഒരു 5 മണിയാകുമ്പോഴത്തേക്കും വന്ന് വെച്ച് കുളി എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കടയിൽ കൂടെ അരിയൊക്കെ പോവും. പോയിട്ട് വരുമ്പം കുരിശ് വരച്ചോന്ന് ചോദിക്കും. വരട്ടില്ലെങ്കിൽ വഴക്ക് പറയും. ഇല്ലെങ്കിൽ ഇതേ പോയി എപ്പോഴേത് പാതിരായിക്ക് വന്നാലും വരുമ്പോഴേ ഇച്ചിരി ഒരു ഗ്ലാസ് കാപ്പി കൊടുക്കണം. ഇവിടെ വരുമ്പം കൊന്ത എന്നാലും ഒരു ദിവസം കിടന്നിട്ടില്ല. ഇപ്പോഴാണേലും പിള്ളേരെ വിളിച്ചു കൊന്തയ്ക്ക് വഴക്കാം. ജീവിതത്തിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ ജീവിതം സുഖമായി. രോഗം തന്നെ ഞങ്ങളെ ആദ്യം ബാധിച്ചിട്ടില്ല. പിന്നെ 10 മക്കൾ ഞങ്ങൾക്ക് ഉണ്ടായി. 10 മക്കളുണ്ടായി. 10 മക്കളിൽ 7 ആണും 3 പെണ്ണും ഉണ്ടായി. അവരിന്നും ജീവിക്കുന്നു. എല്ലാവരും കല്യാണം കഴിച്ചു. ഇന്നും ദൈവം വിളിക്കുന്ന ദിവസം വരെ ഞങ്ങൾ കാണുമ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പോകും. സാധാരണ ഒരു കത്തോലിക്ക കുടുംബത്തിൽ എങ്ങനെ ജീവിക്കണം എന്നറിഞ്ഞ് ആ തരത്തിൽ മക്കളെ വളർത്തി ഏതോടൊക്കെ പഠിപ്പിച്ചു വിട്ടു. എല്ലാവരും കണക്ക് കൂട്ടിയാൽ 90 പേരോടുമുണ്ട്. ഇരട്ടയാർ പഞ്ചായത്തിൻ്റെ തുടക്കകാലത്ത് 7 വർഷം പഞ്ചായത്ത് അംഗമായും പലതവണ ഇരട്ടയാർ സർവീസ് സഹകരണ ബാങ്ക് ബോർഡ് അംഗമായും പാപ്പച്ചൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ മലനാട് ഭൂവികസന ബാങ്കായ പഴയ ഭൂപണയ ബാങ്കിൻ്റെ ബോർഡ് അംഗമായി 1975-80 കാലഘട്ടത്തിൽ എതിരില്ലാതെയും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇരട്ടയാർ, നാങ്കുതൊട്ടി, വാഴവര തുടങ്ങിയ പ്രദേശങ്ങളുടെ വികസനത്തിൽ തനതായ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് ഇദ്ദേഹം. ഏറ്റവും ഒരു പഞ്ചായത്ത് ഉണ്ടാകാൻ വേണ്ടി ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തന പള്ളിക്കൂടം ഉണ്ടാക്കാനും റോഡുണ്ടാക്കാനും എല്ലാ കാര്യത്തിലും ഞാൻ മുന്നേറുണ്ട്. 10 കൊല്ലക്കാലം ഏറ്റവും പഞ്ചായത്ത് മെമ്പർ, 3 കൊല്ലക്കാലം പൂവണേവൻ്റെ ബോർഡ് മെമ്പർ. ഈ നിലയിലൊക്കെ ഞാൻ പൊതുവായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നോട് അങ്ങനെയൊന്നും പറയുകയില്ല. പിന്നെ ഒത്തിരി രാത്രിയാകുമ്പോഴാണ് വരുന്നത്. അന്ന് ഭയങ്കര മഴയും കാറ്റും ഒക്കെ ആകുമ്പോൾ ഞാൻ എന്തേലും പേടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഉറക്കം വരികയില്ലായിരുന്നു. ഇപ്പോൾ എന്നാ സ്നേഹമാണെന്നറിയാമോ? ഞാൻ ഏറ്റു പോകാതെ ചെന്ന് കൈ കഴുകില്ല. വിളിയോ വാടി ഏറ്റുവാ അമ്മായി, ഏറ്റുപോയ അമ്മായി എന്നും പറഞ്ഞുകൊണ്ട് മധുരം എന്നാ കൂട്ടവും കഴിക്കും. ഒരു കുഴപ്പവും ഇല്ല. ഒരു മരുന്നും കഴിക്കുന്നില്ല. ഒരു തലവേദന വന്നിട്ടില്ല ഇന്ന് വരും. ഞാൻ അവിടെ ചെന്നപ്പന്നെ കൃഷി, പ്രാർത്ഥന, പൊതുപ്രവർത്തനം എന്നിവയായിരുന്നു പാപ്പച്ചന് ജീവിതത്തിൽ എല്ലാം.
കൊറോണ കാലത്ത് ഒഴികെ ദേവാലയത്തിൽ പോകുന്നത് ഇരുവരും മുടക്കിയിട്ടില്ല. ഇപ്പോഴും എല്ലാ ഞായറാഴ്ചകളിലും ദേവാലയത്തിൽ പോകും. വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ ഒഴിച്ചാൽ ഇരുവർക്കും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളുമില്ല. പിന്നെ സൂക്കേടുമൊക്കെ ഇവിടെ എല്ലായിടത്തും വന്നില്ലേ, കൊറോണ, അതുവരെയും പോയി. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ പോക്ക് അത്രയും പോകുന്നില്ല. പിന്നെ ഇവിടുന്ന് ശനിയാഴ്ചയും വെള്ളിയാഴ്ചയും ഞായറാഴ്ചയൊക്കെ ഉള്ളൂ. ഇവർ ചാരം വെച്ചിട്ട് ഇവർ പള്ളിയിൽ പോകും, ഞാൻ അവിടെ ഇരുന്നത് കാണും. ഞായറാഴ്ച ദിവസം പള്ളി പാവുന്ന ദിവസം ഞാൻ പള്ളിയിലോട്ട് പോകും. പള്ളിയും പറ്റിയില്ലെങ്കിൽ സ്ഥലമിലൊക്കെ ഇവിടെ കാണും. ഇപ്പം മണക്കവാസം ഒന്നുമില്ല. എനിക്ക് അതിന് വിഷമമുണ്ട്, ഞാൻ പറയുകയും ചെയ്തു. പണ്ട് മണക്കവാസം വായിക്കാതിരിക്കുകയല്ല. വിവാഹ വാർഷിക ആഘോഷങ്ങളോടനുബന്ധിച്ച് ഇരട്ടിയാർ നാങ്കുതൊട്ടി സെയിൻറ്റ് ജോർജ് ദേവാലയത്തിലെ ഫാദർ ജോസഫ് പൗവത്തലിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. ഈ അനുഗ്രഹീത ദമ്പതികളുടെ ജീവിത നാൾവഴികൾ കോർത്തിണക്കി തയ്യാറാക്കിയ പുസ്തകത്തിൻ്റെ പ്രകാശനം ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ നിർവഹിച്ചു. ചട്ടയും മുണ്ടുമണിഞ്ഞ് ഭർത്താവിൻ്റെ കൈപിടിച്ച് കുശലങ്ങൾ പറഞ്ഞ് ജീവിത വഴിയിൽ നടന്നു നീങ്ങുന്ന ക്ലാരാമ്മയും പാപ്പച്ചനും നാട്ടുകാർക്ക് വേറിട്ട കാഴ്ചയാണ്.